നമസ്കാരം. മുണ്ടക്കൈ ദുരന്തത്തിൽ കേരളം ആവശ്യപ്പെട്ട സഹായധനം നൽകിയില്ല എന്നു മാത്രമല്ല, മുണ്ടക്കൈ ദുരന്തഘട്ടത്തിൽ വ്യോമസേന രക്ഷാപ്രവർത്തനത്തിന് വന്നതിന്റെ ചെലവിനത്തിൽ കേരളത്തിന്റെ ദുരന്ത നിവാരണ നിധിയിൽ നിന്നും 153.47 കോടി രൂപ പിടിച്ചു പറിക്കുകയും ചെയ്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഹെലികോപ്റ്ററുകൾക്കുള്ള എയർബിൽ ഇനത്തിൽ SDRF നിധിയിൽ നിന്ന് പണം പിടിച്ചു. ദുരന്ത പുനരധിവാസത്തിന് കേരളം ആവശ്യപ്പെട്ട പാക്കേജ് കേന്ദ്രം നിഷേധിക്കുന്നതിനോടൊപ്പം ഭീമൻ തുക തട്ടിയെടുത്തിരിക്കുകയാണ്. മുണ്ടക്കൈ ദുരന്ത പുനരധിവാസത്തിനുള്ള കേന്ദ്ര സഹായം എത്രയും വേഗം അനുവദിക്കണമെന്നും CPM ലോക്സഭാ നേതാവ് K രാധാകൃഷ്ണനും പ്രിയങ്ക ഗാന്ധി എന്നിവരുടെ നേതൃത്വത്തിൽ കേരളത്തിലെ MP-മാർ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാനം പ്രളയത്തിൽപ്പെട്ടപ്പോഴും വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ചെലവിനത്തിലും സഹായമായി നൽകിയ അരി, മണ്ണെണ്ണ എന്നിവയുടെ വിലയായും 290.74 കോടി രൂപ കേന്ദ്ര സർക്കാർ പിടിച്ചിരുന്നു. കേന്ദ്രത്തിന്റെ SDRF നിധിയിൽ കഴിഞ്ഞ വർഷം ശേഷിച്ച 394.99 കോടി രൂപ നടപ്പു വർഷത്തെ വിഹിതമായി 388 കോടി രൂപയും ചേർത്ത് 782.99 കോടി രൂപ ഉണ്ടായിരുന്നു. അത് മുണ്ടക്കൈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാമെന്നായിരുന്നു കേന്ദ്ര നിലപാട്. ഇതിൽ നിന്നാണ് 153.47 കോടി രൂപ പിടിച്ചത്. ഫലത്തിൽ ശേഷിക്കുന്ന തുക 629.52 കോടിയാണ്. നഷ്ടം വിലയിരുത്താനെത്തിയ കേന്ദ്ര സംഘം നൽകിയ റിപ്പോർട്ട് പരിശോധിച്ച ഉന്നതതല സമിതിയാണ് പണം പിടിക്കാൻ ശുപാർശ ചെയ്തു. ഇക്കാര്യം രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായ നിത്യാനന്ദ റായ് വ്യക്തമാക്കി. കേന്ദ്രമന്ത്രിയുടെ ന്യായീകരണം ഇങ്ങനെയാണ്: പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോൾ ദുരന്ത നിവാരണത്തിനുള്ള പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുകൾക്കാണത്രേ. ആവശ്യമായ സാമഗ്രികൾ എത്തിച്ചും സാമ്പത്തിക പിന്തുണ നൽകിയുമാണ് കേന്ദ്രം സഹായിക്കുക പോലും. ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ സംസ്ഥാന സർക്കാർ ആവശ്യമായ സാമ്പത്തിക സഹായം ഇരകൾക്ക് നൽകണം. 2024-25 ദുരന്ത നിവാരണ നിധിയിലേക്ക് 388 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കേന്ദ്ര വിഹിതം 291.20 കോടിയും സംസ്ഥാന വിഹിതം 96.8 കോടിയുമാണ്. ഈ വർഷത്തെ കേന്ദ്ര വിഹിതം പൂർണ്ണമായും നൽകി കഴിഞ്ഞു അത്രേ. കഴിഞ്ഞ വർഷം മിച്ചം വന്ന തുകയും ദുരന്ത നിവാരണത്തിന് ഉപയോഗിക്കാം. കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്നും അധിക സഹായം അനുവദിക്കാവുള്ളൂ എന്ന്. ഇതിനിടെയാണ് മുണ്ടക്കൈ ദുരന്ത പുനരധിവാസത്തിനുള്ള കേന്ദ്ര സഹായം എത്രയും വേഗം അനുവദിക്കണമെന്നും CPM ലോക്സഭാ നേതാവ് K രാധാകൃഷ്ണൻ, പ്രിയങ്ക ഗാന്ധി എന്നിവരുടെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ MP-മാർ ആഭ്യന്തരമന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടത്. മുണ്ടക്കൈ ദേശീയ ദുരന്തമായോ ML3 വിഭാഗത്തിൽ വരുന്ന ദുരന്ത സ്വഭാവത്തിലുള്ള പ്രകൃതിക്ഷോഭമായോ പ്രഖ്യാപിക്കണം. ആവശ്യപ്പെട്ട 2221 കോടി രൂപ എത്രയും വേഗം അനുവദിക്കണമെന്നും MP-മാർ ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ആദ്യമായാണ് കേരളത്തിലെ MP-മാർ വിഷയത്തിൽ ഒന്നിച്ച് കേന്ദ്രത്തെ സമീപിക്കുന്നത്. കേരളത്തിന്റെ ഏക BJP ലോക്സഭാ MP-ആയ തൃശൂർ MP-യും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ഈ കാര്യത്തിൽ നിന്നും വിട്ടുനിന്നു. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത MP-മാരുടെ യോഗത്തിലെ തീരുമാനപ്രകാരമാണ് LDF UDF MP-മാർ അമിത്ഷായെ കണ്ടത്. പ്രധാനമന്ത്രിക്ക് നിവേദനത്തിന്റെ പകർപ്പ് കൈമാറുകയും ചെയ്തു. ഉരുൾപൊട്ടലിൽ 2221 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നും MP-മാർ ആഭ്യന്തരമന്ത്രിയോട് വ്യക്തമാക്കി. പ്രധാനമന്ത്രി സംഭവസ്ഥലം സന്ദർശിക്കുകയും സഹായം വാഗ്ദാനം നൽകുകയും ചെയ്തു. എന്നാൽ ഇത് വെറും വാഗ്ദാനം മാത്രമായി അവശേഷിച്ചു. പ്രത്യേകിച്ച് ഒന്നും തന്നെ മോഡി വന്നതുകൊണ്ട് സംഭവിച്ചില്ല എന്നർത്ഥം.